ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കൊണ്ടോട്ടിയിലെ നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവിനെതിരെ കേസെടുക്കുമെന്ന് ടി.വി. ഇബ്രാഹിം MLA അറിയിച്ചു. മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊണ്ടോട്ടിയിൽ നവവധുവിന്റെ ആത്മഹത്യയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നിറത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും മാനസിക പീഡനം നേരിട്ട് നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത കേസിൽ അസ്വാഭാവിക മരണത്തിന് പുറമെ ഭർത്താവ് അബ്ദുൽ വാഹിദിനെതിരെ ഭാരതീയ ന്യായ സംഹിത 85 പ്രകാരമുള്ള വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണങ്ങൾക്കും ബന്ധുക്കളിൽ നിന്നും ലഭിച്ച മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ വകുപ്പ് ചേർത്തത്. ഭർത്താവിന്റെ ബന്ധുക്കളോ ഒരു സ്ത്രീയോട് ക്രൂരമായി പെരുമാറുന്നതാണ് BNS 85 വകുപ്പിൽ ഉൾപ്പെടുന്നത്. ഇത് പ്രകാരം ഭർത്താവായ അബ്ദുൽ വാഹിദും ബന്ധുക്കളും അന്വേഷണ പരിധിയിൽ വരും. വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടിയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം യുവജന കമ്മീഷൻ അധ്യക്ഷൻ സന്ദർശനം നടത്തിയിരുന്നു. സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കളെ സന്ദർശിച്ച ടി.വി. ഇബ്രാഹിം MLA ഭർത്താവിനെതിരെ കേസെടുക്കുമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.